വെൽക്കം ബാക്ക് ടു ചിഞ്ചൂസ് വേൾഡ്. കുറച്ചായിട്ട് എൻ്റെ വ്ളോഗൊന്നും കാണാനില്ലായിരുന്നല്ലേ? നാട്ടിൽ എൻ്റെ അപ്പയെ ഒന്ന് കാണാൻ പോയതായിരുന്നു. ഇനി പപ്പയെ കാണണമെങ്കിൽ അമേരിക്കയിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. കാണണമെങ്കിൽ പപ്പയും പപ്പയുടെ അച്ചാച്ചനും അമ്മയും ചേട്ടന്മാരൊക്കെ ഉറങ്ങണം ഇടുക്കിയിലെ നാരകക്കാനത്തെ ഞങ്ങളുടെ കല്ലറയിൽ ചെല്ലണം. ഇന്നൊരു വർഷമായിട്ടും എൻ്റെ അപ്പ ഞങ്ങളിൽ നിന്ന് പോയി എന്ന് തോന്നണേയില്ല എനിക്ക്. കാരണം ഈ ഒരു പരിപാടി മെയ് 8 നമ്മൾ പപ്പയുടെ സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും രാഷ്ട്രീയ സാമൂഹിക നിലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാനും അവരെയൊക്കെ കാണാനും നമുക്ക് സാധിച്ചു. സോ ഇതിന് കാരണം പപ്പ മാത്രമാണ് കേട്ടോ. പപ്പ ഒരു പരിപാടി നടത്തുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ടേ ചെയ്തിട്ടുള്ളൂ. അതിപ്പോൾ എൻ്റെ കല്യാണം ആയിക്കോട്ടെ, വീട്ടിലെ എന്ത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ പരിപാടി പപ്പ ഇല്ലാണ്ട് എങ്ങനെ നന്നായി ചെയ്യുമെന്ന്. കാരണം ഇതാദ്യമായിട്ടാണ് പപ്പ ഇല്ലാണ്ട് പപ്പയുടെ പരിപാടി നമ്മൾ ചെയ്യണത്. വീട്ടിലെ മൂത്ത ആളായതുകൊണ്ടും എന്നിൽ പപ്പ ഏൽപ്പിച്ചിരിക്കുന്ന കുറേ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായത് പപ്പ പോയപ്പോഴാണ്. മമ്മി തലേന്ന് കൂടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നാളത്തെ കാര്യം ഓർത്തിട്ട് എനിക്ക് ടെൻഷനാണെന്ന്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ മമ്മീനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, മമ്മി ഒന്നുകൊണ്ടും പേടിക്കണ്ട, പപ്പ ഈ പരിപാടി മുകളിൽ നിന്ന് അടിപൊളിയായിട്ട് ചെയ്തു തരുമെന്ന്. യെസ്, മൈ ഡാഡ് ഡിഡ് ആൻ അമേസിംഗ് വർക്ക്. താങ്ക് ഗോഡ്. കസിൻസിനെ എല്ലാവരെയും കാണുമ്പോൾ ഉള്ളൊരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഇതെല്ലാം പപ്പയുടെ സഹോദരങ്ങൾ ഇവർ പകർന്നു തന്ന കാര്യങ്ങളാണ് കേട്ടോ. നമുക്കിവരെയൊക്കെ കാണുമ്പോഴുള്ള സന്തോഷം. എൻ്റെ അപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞായിരുന്നു ഞങ്ങളുടെ റിയാന കുട്ടി. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പപ്പ മുകളിലിരുന്ന് ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ട്. പപ്പയുടെ സുഹൃത്തുക്കളാണ് കേട്ടോ ഇവരെല്ലാവരെയും കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവരെല്ലാവരും വന്നല്ലോ എന്ന് ഓർത്തപ്പോൾ. പപ്പയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട തെല്ലത്തോട് വികാരി അച്ഛൻ ഫാദർ സൈജു അച്ഛനായിരുന്നു. അതിനുശേഷം നമ്മൾ പപ്പ ഉറങ്ങുന്ന പപ്പയുടെ കല്ലറയിൽ പോയി പപ്പയുടെ അച്ചാച്ചനും അമ്മയും സഹോദരങ്ങളും ഉറങ്ങുന്ന നമ്മുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ ഹാളിൽ വന്ന് മന്ത്രമൊക്കെ നടത്തി. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു നിമിഷം പപ്പയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമായിരുന്നു. ഈ ഒരു ഫോട്ടോ തന്നെ ഞാൻ വെക്കാനുള്ള റീസൺ പപ്പ നമ്മുടെ കൂടെ ജീവിക്കുന്നു എന്ന് എൻ്റെ മനസ്സിൽ അവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിലത് തോന്നാൻ വേണ്ടിയിട്ടാണ്. കാരണം പപ്പ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൂടെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പപ്പയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായ സിനു വാലുമേൽ ചേട്ടൻ ആണ് ഈ ഒരു അനുസ്മരണ യോഗം അറേഞ്ച് ചെയ്തതൊക്കെ. ബഹുമാനപ്പെട്ട സ്നേഹം നിറഞ്ഞ നമ്മുടെ വൈദികരും ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് സാറും നോബിളി പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ, ഞങ്ങളുടെ കല്യാണത്തിനും ഒക്കെ അച്ഛനുണ്ടായിരുന്നു. ഈ ഒരു നിമിഷവും അച്ഛൻ കോട്ടയത്ത് നിന്ന് ഇവിടെ എത്തി. ഒത്തിരി സന്തോഷം. വീട്ടിലെ എന്ത് പരിപാടി, അതിപ്പോൾ പപ്പയുടെ ചേട്ടന്മാരുടെ കല്യാണം ആയിക്കോട്ടെ, എന്ത് ഫംഗ്ഷൻ ആയാലും PJ ജോസഫ് സാറിനെ വീട്ടിൽ പോയി വിളിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഇതൊക്കെ പപ്പ എങ്ങനെ വിളിക്കണോ ഇതൊന്നും നമുക്കറിയില്ല കേട്ടോ. സാറ് സ്റ്റേജിൽ വരുമ്പോഴാണ് സാർ എത്തിയെന്ന് നമ്മൾ അറിയാറ്. എന്തായാലും എൻ്റെ അടുത്ത് ആരും പ്രത്യേകം പറഞ്ഞും തന്നില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് സാറിനെ വീട്ടിൽ പോയി വിളിക്കണമെന്ന്. എന്തായാലും സാറ് വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ലായിരുന്നു. കുർബാനയ്ക്ക് കയറുന്ന സമയമായപ്പോൾ ബിനോയ് സാർ ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ സാറ് വരണുണ്ട് കേട്ടോ എന്ന്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സാറിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ആരോഗ്യാവസ്ഥയിൽ ഇടുക്കിയിൽ വരെ യാത്ര ചെയ്ത് വരിക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. എങ്കിൽ പോലും അതെൻ്റെ അപ്പയോടുള്ള ഒരു സ്നേഹവും റെസ്പെക്റ്റും മാത്രമാണെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു. ഓർമ്മകളിൽ പപ്പ എന്ന ഒരു പുസ്തകം പപ്പയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു. ഈ ഒരു പുസ്തകം എഴുതുവാൻ എന്നെ പ്രചോദിപ്പിച്ചത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പപ്പ സമൂഹത്തിന് കുടുംബത്തിനും നൽകിയ അകമഴിഞ്ഞ സ്നേഹവും കരുതലും ഒക്കെയാണ്. നമുക്ക് പ്രിയപ്പെട്ടവർ പോയി കഴിയുമ്പോൾ അവരെക്കുറിച്ച് കേൾക്കാനും പറയാനും ഒക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. പപ്പ പോയപ്പോൾ പപ്പയെക്കുറിച്ച് ഒരുപാട് പേര് പപ്പ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കതൊക്കെ കേൾക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ജർമ്മനിയിൽ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബുക്ക് ചെയ്താലോ എന്നൊരു ആശയം എൻ്റെ മനസ്സിലേക്ക് തോന്നിയതൊക്കെ. ഒരു സ്മരണാഞ്ജലി ബുക്ക്. അങ്ങനെ ബുക്ക് തയ്യാറാക്കണം എന്ന് തോന്നി. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്ത് നാട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഇത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനിത് എങ്ങനെ ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യും, ഈ രാഷ്ട്രീയ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരെയും അതുപോലെ ഇടുക്കി രൂപത പിതാവൊക്കെ എനിക്ക് എഴുതി തന്നിരുന്നു. അതൊക്കെ എങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്യും, പപ്പയാണ് ഇവരൊക്കെ ആയിട്ട് ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും എനിക്ക് ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് കിട്ടി. എനിക്ക് എല്ലാവരും ഞാൻ ചോദിച്ച ഓൾമോസ്റ്റ് കുറേ പേരുടെയും കൂടെ കളക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ എനിക്ക് എഴുതി തന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല. ഇതൊരു ചെറിയ ബുക്കാണ്, ഇതൊരു വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ എൻ്റെ മനസ്സിന്, എൻ്റെ സന്തോഷത്തിന്, എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഈ ഒരു ബുക്കാണിത്. അങ്ങനെ ആ ബുക്ക് എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഓർമ്മകളിൽ പപ്പ എന്ന ഈ ഒരു പുസ്തകം ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറ് അന്നേ ദിവസം അത് പബ്ലിഷ് ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ചൊരു ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു.
ഈ ഒരു ദിവസം കഴിഞ്ഞ വർഷം ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ദിവസമാണ്. ഞാൻ ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയൊരു പാഠം കഴിഞ്ഞ വർഷമാണ്. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൺമുൻപിൽ നിന്ന് പോകുമ്പോൾ ഒരു വല്ലാത്തൊരു നിസ്സഹാവസ്ഥയിൽ നിൽക്കുന്നതിനേക്കാളും വലുതൊന്നും ഇനി ഈ ലോകത്തിൽ നമുക്ക് വരാനില്ല. ആ ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖമെന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസമാണെന്ന്. ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, എൻ്റെ ഈ ഒരു ഓർമ്മ, എൻ്റെ പപ്പയുടെ ഓർമ്മ ഒരിക്കലും എൻ്റെ ലൈഫിൽ നിന്ന് പോകരുതേ എന്നാണ്. അങ്ങനെ എൻ്റെ മറ്റൊരാഗ്രഹമായിരുന്നു, പപ്പയുള്ളപ്പോൾ ചെയ്യണമെന്നായിരുന്നു, കുടുംബയോഗം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യണമെന്ന്. അത് പപ്പയുടെ ഓർമ്മ ദിവസം തന്നെ ആരംഭിക്കാൻ സാധിച്ചു. വി മിസ് യു പപ്പ.